8 സഹോദരിമാർ. മാരിയമ്മ ഉൾപ്പെടെയുള്ള 8 സഹോദരിമാരെ അഷ്ടലക്ഷ്മിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരെ 8 പേരെയും വിവാഹം ചെയ്തു കൊള്ളാമെന്ന് കൈലാസനാഥൻ സമ്മതിച്ചിരുന്നതാണ്. മഹിഷാസുരവധത്തിന് ശേഷം ഈ 8 സഹോദരിമാരും ശിവൻ തങ്ങളെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി കൈലാസത്തിലേക്ക് പുറപ്പെടുന്നു. സ്വാമിൻ, അങ്ങയെ ദർശിക്കാനായി 8 ദേവിമാർ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. നന്ദി, കൽപ്പിച്ചാലൻ. നീ വണ്ടുമലയിൽ പോയി 8 വണ്ടുകളെ പിടിക്കുക. എന്നിട്ട് 8 വണ്ടുകളെയും മനുഷ്യ ശിശുക്കളായി മാറ്റുക. ദേവാ, ചെയ്തോളൂ. കൽപ്പന പോലെ. വണ്ടുമലയിൽ ചെന്ന് 8 വണ്ടുകളെ പിടിച്ചു മനുഷ്യ ശിശുക്കളാക്കുക. ജഗന്നാഥനായ ശ്രീ പരമേശ്വര സ്വാമികൾ എന്തൊക്കെയാണ് അടിയനെ കൊണ്ട് ചെയ്യിക്കുന്നത്? കരയാതെ പൊന്നോമന പൈതങ്ങളെ, അനിവാര്യവും നിഗൂഢവുമായ ഒരു പ്രപഞ്ച സത്യത്തിന്റെ സാക്ഷാത്കാരമാണ് നിങ്ങളുടെ സൃഷ്ടിയാൽ നടക്കാൻ പോകുന്നത്. നിങ്ങളെ സംരക്ഷിക്കാൻ അമ്മമാരുണ്ടാകും. അവരുടെ നെഞ്ചിലെ ചൂടുണ്ടാകും. നിങ്ങൾക്ക് വേണ്ട അന്നപാനാദി സൗഖ്യങ്ങളൊക്കെ അടിയന്റെ സ്വാമി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും. ദേ 3 കുഞ്ഞുങ്ങളില്ലേ കിടക്കുന്നേ? ഈ പൊന്നോമിനുകളെ ആരാ ഇവിടെ ഉപേക്ഷിച്ചു പോയത്? അതെ, ആർക്കാ ഇതിന് മനസ്സ് വന്നത്? കൈലാസത്തിലെ കൊടും തണുപ്പേറ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് വ്യാധി പിടിക്കില്ലേ? വരൂ, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാം. വഴിമധ്യേ ഇവരുടെ മാതാപിതാക്കളെ കണ്ടാൽ നമുക്കവരെ ഏൽപ്പിക്കാം. ശരി.
വരൂ, നമുക്കിവരെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോവാം. ദേവ, വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി അഷ്ടലക്ഷ്മിമാരിൽ 5 ലക്ഷ്മിമാരും ചോരക്കുഞ്ഞുങ്ങളുമായി അങ്ങേ വന്ന് കണ്ടു കഴിഞ്ഞു. ഹിതോപദേശങ്ങളും ഇഷ്ടവരങ്ങളും നൽകി സമാധാനിപ്പിച്ച് അങ്ങ് അവരെ ഭൂലോകത്തിലേക്ക് യാത്രയാക്കിയും കഴിഞ്ഞു. മറ്റു 3 ലക്ഷ്മിമാർ, അവരുടെ കാര്യം എന്തായി ദേവ? അവരും ഓരോ കൈക്കുഞ്ഞുങ്ങളുമായി നമ്മെ കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ദേവി ഒരു വിഷമം? ഇനി വരാനുള്ള ദേവിമാരിൽ ഒരാൾ ദേവി മാരിയമ്മയാണ്. കൗശലക്കാരിയും കോപിഷ്ഠയുമാണല്ലോ ദേവി മാരിയമ്മ. തനിക്ക് വേണ്ടത് ഹിതോപദേശവും വരങ്ങളുമല്ല, കൈലാസനാഥന്റെ പത്നീപദമാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നാലോ എന്ന് നാം ആശങ്കിക്കുന്നു ദേവ. ദേവിയുടെ ആശങ്ക അസ്ഥാനത്തല്ല. മാരിയമ്മയ്ക്ക് നമ്മെ പതിയായി ലഭിക്കണമെന്ന ശാഠ്യമുണ്ടാവില്ല. പക്ഷേ മാരിയമ്മയ്ക്ക് മാത്രമായി പ്രത്യേക ഒരു വരം വേണമെന്ന ശാഠ്യമുണ്ടാകും. ആ വരം ദേവി മാരിയമ്മയ്ക്ക് നാം നൽകേണ്ടതായി വരും. അത് നമ്മെ ശാരീരികമായി ഏറെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. അങ്ങ് നൽകുന്ന വരം അങ്ങേ തന്നെ ശാരീരികമായി ക്ലേശിപ്പിക്കുന്നു. അതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ദേവ. എല്ലാം ഉടനെ സംഭവിക്കാൻ പോകുന്നു. ദേവി കാത്തിരുന്ന് കണ്ടുകൊള്ളുക. പ്രണാമം. ദേവി മുത്തുമാരിക്കും സഹോദരിമാർക്കും കൈലാസത്തിലേക്ക് സ്വാഗതം. ദേവ, മഹിഷാസുര വധം കഴിഞ്ഞാൽ അഷ്ടലക്ഷ്മിമാരായ 8 സഹോദരിമാരെയും വിവാഹം കഴിക്കാമെന്ന് അങ്ങ് സമ്മതിച്ചിരുന്നതാണല്ലോ. അതിൻ പ്രകാരം ഞങ്ങളെ വിവാഹം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മഹാദേവ പത്നി സ്ഥാനം പോലെ മഹത്വതമായി മറ്റെന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? ഞങ്ങൾക്ക് മംഗല്യയോഗം ഉണ്ടാകണം ദേവ. ക്ഷണത്തിൽ മംഗല്യ ചരട് ചാർത്തി ആഗ്രഹപൂരണം സാധ്യമാക്കൂ പ്രഭോ. ദേവി മാരിമുത്തു, സഹോദരിമാരെ, നിങ്ങളെ നാം വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിരുന്നത് സത്യമാണ്. ഈ ആവശ്യവുമായി നമ്മളുടെ മുന്നിൽ നിങ്ങളുടെ മറ്റ് 5 സഹോദരിമാരും വന്നു പോയി കഴിഞ്ഞു. അവരുടെ പക്കലുമുണ്ടായിരുന്നു ഓരോ ശിശുക്കൾ. ദേവിമാരെ, കന്യകമാരായ 8 സഹോദരിമാരെയും വേൽക്കാമെന്നാണ് നാം സമ്മതിച്ചിരുന്നത്. നിങ്ങളുടെ പക്കലും ഓരോ ശിശുക്കൾ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ കന്യകമാരല്ല, വിവാഹം കഴിക്കാനും സാധ്യമല്ല. നിങ്ങളും സഹോദരിമാരെ പോലെ ഭൂലോകത്തേക്ക് പൊയ്ക്കൊള്ളുവിൻ. ദേവ, സത്യം മനസ്സിലാക്കാതെ ഞങ്ങളെ കൈയൊഴിയരുത്. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പ്രസവിച്ചതല്ല, കൈലാസത്തിലേക്ക് വരുന്ന മാർഗമധ്യേ ഞങ്ങൾക്ക് ലഭിച്ചതാണ്. അനാഥമായി കിടന്ന് അഭയത്തിനായി കേഴുന്ന ഈ ശിശുക്കളെ ദേവീ സഹജമായ സഹാനുഭൂതിയും കാരുണ്യവും കൊണ്ടാണ് ഞങ്ങളെടുത്ത് നെഞ്ചിലേറ്റിയെന്ന സത്യം അങ്ങ് മനസ്സിലാക്കണം.
സത്യമൂർത്തെ, ദേവ, കളങ്കമില്ലാത്ത കാരുണ്യം അർഹിക്കുന്ന കൈക്കുഞ്ഞുങ്ങളാണിവർ. ഭൂതദയയുടെ പേരിൽ ഇവരെ സ്വീകരിച്ചാൽ ഞങ്ങളുടെ കന്യകാത്വം നഷ്ടപ്പെടില്ലല്ലോ. പരിശുദ്ധരും സുചരിതരുമായ ഞങ്ങളെ അങ്ങ് പത്നിമാരായി സ്വീകരിച്ച് വാക്കു പാലിച്ചാലും. ദേവിമാരെ, നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം. പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങളുടെ മാറിലെ ചൂടും ചൂരും അവരനുഭവിച്ച സ്ഥിതിക്ക് നിങ്ങൾ തന്നെയാണ് ഇവരുടെ മാതാക്കൾ. നിങ്ങൾ തന്നെയാണ് ഇവരെ സംരക്ഷിക്കേണ്ടത്. ദേവിമാരെ, നമ്മുടെ പത്നിമാരായി കൈലാസത്തിൽ കഴിയേണ്ടവരല്ല നിങ്ങൾ. മാനവരാശിയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ സംരക്ഷിച്ച് ഭൂമിയിൽ പാർക്കേണ്ടവരാണ്. അതിനുവേണ്ട യോജിച്ച വരങ്ങളൊക്കെയും നാം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾ സംതൃപ്തരായി ഭൂലോകത്തേക്ക് മടങ്ങുവിൻ. അവിടുത്തെ ഹിതം പോലെ. ദേവി മുത്തുമാരി, ദേവ, എനിക്ക് മാത്രമായി അങ്ങിപ്പോഴൊരു വരം നൽകണം. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടണം. അതിനായി ഭഗവാൻ എനിക്ക് മുത്തുവരം നൽകണം. അങ്ങനെയാകട്ടെ. മുത്തുമാരി ദേവിക്ക് വരസിദ്ധി ഉണ്ടാകട്ടെ. ഇതിൽ 108 മുത്തുകളുണ്ട്. ഓരോ മുത്തുകളും പ്രത്യേക ശക്തിവിശേഷം വഹിക്കുന്നവയാണ്. അത്യാവശ്യം വേണ്ട ഘട്ടങ്ങളിൽ മാത്രം ഇതിലെ മുത്തുകൾ ഉപയോഗിക്കുക. എന്താ ദേവി? പ്രഭു, അങ്ങ് തന്ന ഈ മുത്തുകളുടെ സവിശേഷ ശക്തി ഒന്ന് പരീക്ഷിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, പരീക്ഷിക്കാമല്ലോ. എങ്കിൽ ഇതിന്റെ ശക്തി അങ്ങയുടെ ദേഹത്ത് തന്നെ പരീക്ഷിച്ചറിയണമെന്നാ എന്റെ ആഗ്രഹം. ദേവിയുടെ ഹിതം പോലെ ആകട്ടെ. ശക്തി പരീക്ഷിക്കാം. സംഭവിച്ചത് അസഹ്യമായ വേദനയാണ് ദേവി. മുത്തുകളുടെ ശക്തി നമ്മെ വല്ലാതെ തളർത്തുന്നു. ഇത് നമുക്ക് താങ്ങാനാകുന്നില്ല. ദേവ, നമ്മുടെ പതിയെ രക്ഷിക്കണേ. ലക്ഷ്മിപതേ, പ്രണാമം ദേവ. പ്രണാമം. ഇതെന്താ പരമേശ്വര സമേതയല്ലാതെ ദേവി ഒറ്റയ്ക്ക്?
ആകെ പരിഭ്രമത്തിലാണല്ലോ ദേവി. എന്താ സംഭവിച്ചത്? കൈലാസത്ത് നീലകണ്ഠൻ വേദന കൊണ്ട് പുളയുകയാണ് ദേവ. ദേവി മുത്തുമാരിക്ക് അദ്ദേഹം തന്ന വരത്തിന്റെ ശക്തി ദേവനിൽ തന്നെ പരീക്ഷിച്ചിരിക്കുകയാണ് മുത്തുമാരി. ഫലമോ തീവ്രമായ വേദനയും വീർപ്പുമുട്ടലും. ലോകരക്ഷക ദേവ, ആപത്ഘട്ടത്തിൽ എന്നും തുണയ്ക്കെത്താറുള്ള അങ്ങ് തന്നെ കൈലാസത്ത് വന്ന് ദേവനെ രക്ഷിക്കണം. പണ്ടൊരിക്കൽ മഹാദേവൻ ഭസ്മാസുരന് വരം കൊടുത്ത അവസ്ഥയാണല്ലോ. ഭസ്മാസുരൻ ശിവനെ തന്നെ വരശക്തി പരീക്ഷിക്കാൻ മുതിർന്നപ്പോൾ പ്രാണരക്ഷാർത്ഥം നെട്ടോട്ടമോടേണ്ടി വന്നു കൈലാസനാഥന്. അന്ന് നാം മോഹിനി വേഷം ധരിച്ചപ്പോഴാണ് പ്രശ്നം പരിഹൃതമായത്. ഇന്ന് നമ്മുടെ പതിയെ രക്ഷിക്കാൻ അങ്ങ് ധരിക്കേണ്ടത് ഒരു ഭിക്ഷുകുരന്റെ വേഷമാണെങ്കിൽ ക്ഷണത്തിൽ അതിനും തയ്യാറാകണം. ദേവ രക്ഷിക്കണം. അങ്ങനെയാകട്ടെ. അഖിലം രക്ഷാമ്യഹം. വരൂ ദേവി. വൈകുണ്ഠനാഥ, അടിയന്റെ സ്വാമിക്ക് വേദന കലശലായപ്പോ ഉടയാടകളൊക്കെ അഴിച്ചുമാറ്റി അദ്ദേഹത്തെ ഇവിടെ കിടത്താൻ നമ്മോട് കൽപ്പിച്ചു. അടിയന്റെ സ്വാമിക്ക് താങ്ങാനാവാത്ത വേദനയുണ്ട് ഭഗവാനെ. സത്വര പരിഹാരമുണ്ടാകണം. സ്വയം കൃതാനാർത്ഥം. ദേവ പരമേശ്വര, എല്ലാം അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥ ഏറ്റുവാങ്ങണമായിരുന്നു. ദേവി മുത്തുമാരി, വരദാതാവിനെ തന്നെ വരത്തിന്റെ ശക്തി പരീക്ഷിച്ച് ഇങ്ങനെ വേദനിപ്പിക്കണമായിരുന്നു. ക്ഷമിക്കണം വൈകുണ്ഠനാഥ. ശ്രീപരമേശ്വരന്റെ പത്നിയാകണമെന്ന മോഹമോ ഫലിച്ചില്ല. അങ്ങനെയാണ് മുത്തുവരം ആവശ്യപ്പെട്ടതും അദ്ദേഹം കനിഞ്ഞു നൽകിയതും. മുത്തുവരത്തിന്റെ ശക്തി അദ്ദേഹത്തിൽ തന്നെ പരീക്ഷിക്കാൻ അദ്ദേഹം അനുമതി നൽകിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതിന് ഇത്രത്തോളം മാരക ശക്തി ഉണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല ദേവ. ഈ വേദനയ്ക്കൊരു പരിഹാരമുണ്ടാകണമല്ലോ. ദേവി കൈലാസേശ്വരന്റെ ദേഹത്ത് തൂവിയ മുത്തുകൾ ദേവി തന്നെ തിരിച്ചെടുക്കണം. തിരിച്ചെടുക്കാനുള്ള മാർഗം നാം തന്നെ ഉപദേശിച്ചു തരാം. പാർവതീദേവിയുടെ ശൂലത്തിൽ പ്രത്യക്ഷമാകുന്ന വേപ്പിലകൾ കൈലാസവാസന്റെ ദേഹത്ത് ആസകലമൊഴിഞ്ഞ് ദേവി തന്നെ മുത്തുകളെ അടർത്തിയെടുത്തിരിക്കണം. അതല്ലാതെ ദേവന്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരമില്ല എന്ന് ധരിച്ചാലും. ലക്ഷ്മികാന്ത, ലോകരക്ഷക, വിഷ്ണു, അങ്ങയുടെ ഹിതം പോലെ തന്നെ ചെയ്തുകൊള്ളാം. അങ്ങനെ തന്നെ ആകട്ടെ. ദേവി അടിയന് വേപ്പില നൽകിയാലും. ഈ വേപ്പില ഉപയോഗിച്ച് ഭഗവാനെ ഒഴിയുക.
ഇനി ഒഴിയുന്നതിനോടൊപ്പം ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന മുത്തുകളും അടർത്തിയെടുക്കുക.